ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് കുരുക്കായി ചില നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. അതിജീവിതയെ രഞ്ജിത്ത് ഫോണിൽ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം. അന്വേഷണ കാലയളവിൽ അതിജീവിതയെ ബന്ധപ്പെടരുതെന്ന നിബന്ധന നിലനിൽക്കെയാണ് പ്രതിയിൽ നിന്ന് ഇത്തരമൊരു നീക്കം നടന്നിരിക്കുന്നത്. തെളിവുകൾ ഒന്നൊന്നായി തിരഞ്ഞ് പഴുതടച്ച അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കേസിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് പരിശോധിക്കാം വിഷ്ണു പ്രകാശിന്റെ റിപ്പോർട്ടിലൂടെ. രഞ്ജിത്തിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. ഇന്നലെ രഞ്ജിത്തിനെ സംഭവം നടന്ന കൊച്ചി ആസ്പിൻ വാളിലും അതുപോലെ തന്നെ ഈ കാരവനിലും എത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. ഇതിനുശേഷം ഒരു ദിവസം കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ഒരു ദിവസം ശേഷിക്കെ രഞ്ജിത്തിന്റെ ആരോഗ്യ കാര്യങ്ങൾ ഉൾപ്പെടെ അത് കരുതിക്കൊണ്ട് ഇന്നലെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുകയും വീണ്ടും റിമാൻഡിൽ വിടുകയും ഉണ്ടായി. രഞ്ജിത്തിനെ ആവശ്യം വന്നാൽ വീണ്ടും കസ്റ്റഡിയിലെടുക്കാനുള്ളൊരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാകും ഇതിലൊരു തീരുമാനമെടുക്കുക. നിലവിൽ സിനിമയുടെ സെറ്റിൽ ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയിൽ സെറ്റിൽ പ്രവർത്തിച്ച ചില ആളുകൾക്ക് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടായതായിട്ടാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരവനിൽ അദ്ദേഹം പാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് ഇതുവരെ തെളിവായിട്ടുള്ളത്. വേറെ ആരെയും ഉണ്ടെങ്കിൽ പിന്നെ അന്വേഷണത്തിന് പോയമായിട്ട് വന്നെങ്കിൽ പിന്നെ നടപടി എടുക്കാം. ചില ആൾക്കാരെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് അവരുടെ റൊട്ടീൻ ലൈഫുടെ അവരുടെ റൊട്ടീൻ പ്രൊഫഷണൽ മൂവ്മെൻറ്റുടെ ഭാഗമാണോ അല്ല ഒളിയിൽ പോയാനുള്ളത് കൃത്യമായിട്ട് അന്വേഷണം ചെയ്തിട്ടേ പിന്നെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. ഈ കേസ് അന്വേഷിക്കുന്ന അശ്വതി ജിജി പറയുന്നത്, DCP പറയുന്നത്, ഈ കേസിൽ കാലതാമസം ഉണ്ടായതായിട്ടുള്ളതിൽ ഒരു അസ്വാഭാവികതയുമില്ല. ഈ കേസിൽ പരാതി നൽകാൻ ഉണ്ടായ ആ ഒരു കാലയളവിൽ ഒരു അസ്വാഭാവികതയുമില്ല. അത് ഓരോ വ്യക്തിയുടെയും താല്പര്യമാണ്. അപ്രകാരമാണ് കേസ് പോയിരിക്കുന്നത് എന്നാണ് നേരത്തെ ജാമ്യ ഹർജിയിലടക്കം രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കാര്യം പറയുന്നത്. ഈ കേസിൽ പരാതി നൽകാൻ ഒരു കാലതാമസം ഉണ്ടായതായിട്ടുള്ളൊരു കാര്യം രഞ്ജിത്ത് സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല രഞ്ജിത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന അതേ ദിവസം ഉണ്ടായിരുന്ന ബോബി കുര്യൻ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശാലിനി എന്നിവരെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ളൊരു കാര്യവും DCP പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏകദേശം എടുത്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റിൽ ഒരുപാട് പേരുണ്ടല്ലോ, അപ്പം എല്ലാവരുടെയും ആയിട്ടില്ല, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം നടന്നതിന് ശേഷം രഞ്ജിത്ത് അതിജീവിതയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ യുവതി ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല എന്നൊരു വിവരവും കേസ് അന്വേഷിക്കുന്ന അശ്വതി ജിജി വ്യക്തമാക്കുന്നുണ്ട്. ഫോണിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രം കിട്ടുന്നുണ്ട്. ഇപ്പം അക്യൂസ്ഡ് ആണെങ്കിലും സെറ്റിൽ നിന്ന് ഇവർ പോയതിന് ശേഷം വിളിച്ചിട്ടുണ്ട്. തിരിച്ചു വരാൻ പറയാനായിരിക്കും. മാത്രമല്ല ഈ പ്രശസ്തിക്ക് വേണ്ടി അതിജീവിതയുടെ പേര് പരസ്യപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിനെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾക്കെതിരെ FIR എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നുണ്ട്.